welcome back to Icon Miles guys. Okay, guys, അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ 2026 അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. ഷോർട്സ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോ. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇത് നോക്കണം. എൻ്റെ മാനേജർ സാബി അലോൺസ് ചെയ്യണമോ അതോ മറ്റേ ഇപ്പൊ ഒരു മാനേജർ ആണെങ്കിൽ ആരായിരുന്നു അവന്റെ പേര് പറഞ്ഞു നമുക്ക് നോക്കിട്ട് പറയാവേ പെട്ടെന്ന് കേട്ടാ. ഏതോ ഒരു ടീം കളിക്കുന്ന അപ്പം പ്ലാൻ ഇവനെ ഇടണോ റൂബൻ അമോറിമിനെ ഇടണോ അതോ എൻ്റെ ചേഞ്ച് മാനേജർ സാബി അലോൺസ് ചെയ്യണം? ഞാൻ പറയുന്ന സാബി അലോൺസ് ആയിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ കൗണ്ടറിലൊക്കെ എനിക്ക് സാബി അലോൺസ് ആണ് കൂടുതൽ പ്രിഫറൻസ് തരുന്നത്. 106 നോക്കണം നിങ്ങൾ. ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ചിലപ്പോൾ അവനിട്ട് കളിക്കും, ചിലപ്പോൾ അവനിട്ട് കളിക്കും. സാബി അലോൺസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു സ്റ്റാൻഡേർഡ് തരുന്നതെന്ന് വെച്ചാൽ ലൈക്ക് കളിക്കാൻ എളുപ്പമാണ്. സാബി അലോൺസ് ആകുമ്പോൾ കിട്ടാനും പോകുന്നില്ല, വെറുതെ ട്രൈ ചെയ്ത് അത്ര മതി. നോക്കാം നമുക്ക് കിട്ടുന്നില്ല. ഇത് ശബ്ദം പറഞ്ഞില്ലേ ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട് കുറെ. നമുക്ക് നോക്കണ്ട. നമുക്ക് മിഷൻസിൽ പോയിട്ട് ഈ സാധനം എടുത്തു നോക്കാം എന്തൊക്കെയാണ്. മാച്ചിലുണ്ട് നമുക്ക് കളിക്കാം. വേണ്ട കളിച്ചാൽ ശരിയാവത്തില്ല. അപ്പം നമുക്ക് കളിക്കണം. നമുക്കപ്പം PvP തന്നെ കളിക്കാം. PvPയിൽ നമുക്ക് റാൻഡം ബൂസ്റ്റ് അത് കളിക്കാം. റാൻഡം ബൂസ്റ്റർ ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട്. റാഷ്ഫോർഡ് ബാഴ്സയിലോട്ട് പോയി നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്കൊന്നും പറയില്ല. സൂപ്പർ സൈനിങ് ആണ് റാഷ്ഫോർഡിനെ എടുത്തത്. പക്ഷേ കുറച്ചുകൂടെ ഡിഫൻസ് കുറച്ചും കൂടെ ബലപ്പെടുത്തായിരുന്നു ബാർസയ്ക്ക് വേണമെങ്കിൽ. പക്ഷെ ടീം ലെവൽ അവരതിന് വരും. അവര് റാഷ്ഫോർഡിനെ എടുത്തിട്ട് മുൻവശം അവർ കുറച്ച് സ്ട്രോങ് ആക്കി. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പുതിയ പ്ലെയറിൻ്റെ കൂടെ കളിക്കാൻ പോവാണ്. അവൻ വരുന്ന വെയിറ്റ് ഒക്കെ ചെക്കൻ വന്നിട്ടുണ്ട്. ആരാണ്? എന്നെ പോലെ ബാർസ തന്നെയാണ്. ബാർസ ഫാൻ ശ്യാം ലിയോ എന്നാണ് പേര്. നമുക്ക് ടീം നോക്കി നമുക്ക് തുടങ്ങാം. ചെക്കൻ്റെ സ്റ്റേഡിയമാണ്, ചെക്കൻ്റെ ഹോം ഗ്രൗണ്ട്. ഇത് പുതിയതായിട്ട് തുടങ്ങി. അവന് മറ്റേ അതിന് കിട്ടി. അവന് മറ്റേ പുതിയതായിട്ട് തുടങ്ങിയതാ. പക്ഷെ ഈ അപ്ഡേറ്റിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തത്. ഈ ജെറാഡ് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അത് കൊള്ളാം, നല്ലൊരു ഗുഡ് ആണ്. 319 വരേണ്ടതാണ് ഒലിവർക്കാണ്ട് ചോദിച്ചിട്ട്. പക്ഷെ ആണെങ്കിൽ എനിക്ക് റൂബൻ അമോറിം എഴുതി വരും. എനിക്ക് എഴുതുന്നത് ഇഷ്ടമല്ല. അവനെക്കാട്ടി ഇഷ്ടം സാബി അലോൺസ് മാനേജർ ആവുന്ന തന്നെയാണ്. കാർലോസ് പ്യൂർ നല്ല ഡിഫൻസ് ആണ്. കാർലോസ് പ്യൂറും വാൻഡേക്കാണ് അവൻ്റെ ഡിഫൻസ്. ഗുഡ്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ഈ ഫുട്ബോളിൽ അപ്ഡേറ്റ് ചെയ്ത് കുറേ നല്ല ഇത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റേഡിയംസ് ഇത് ചെയ്യാം. അതേപോലെ കുറേ ഇത് തുടങ്ങണേ. ഞാൻ എൻ്റെ ചെറുക്കം കണ്ട ഓടി കളിക്കുന്നുണ്ട. വാൻഡേക്കിന് കൊടുത്തു. അവൻ എന്നിട്ട് കാർലോസ് പ്യൂറിന് കൊടുത്തു. റോബർട്ട്സൺ റോഡ് ഞാൻ പറഞ്ഞില്ലേ
പുതിയ പ്ലെയറാ. അത് കൊള്ളായിരുന്നു. ഇവൻ പിന്നെ സ്ലൈഡ് ടാക്കിൾ ചെയ്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ബ്രോ ശരിക്കും ആശ കിട്ടി ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിക്കും അത് ഒലിയർക്ക് അടിക്കണ്ടായിരുന്നില്ല. അത് വെളിയിൽ കൊണ്ട ബോളായിരുന്നു. വെറുതെ തട്ടി അത് ഇട്ടെടുത്ത് ഗോളാക്കി കൊടുത്തു. എന്ത് ചെയ്യാനാ? സ്റ്റക്കായി. റോളിന്റെ ഹെഡ് നല്ല സേവുമായി റോബർട്ട്സൺ. നമുക്ക് സ്റ്റക്ക് ആകുന്നുണ്ട് ഗെയിം, ലാഗ് ആകുന്നുണ്ട്. അയ്യോ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി. ഇത് അപ്ഡേറ്റിന്റെ ഒരു പ്രശ്നമാണ്. ഗോൾ ഡൊണറൂമ അല്ലേ? ഡൊണറൂമ മറ്റേ സ്റ്റാൻഡേർഡ് പ്ലെയർ ആണെങ്കിൽ സൂപ്പർ കളിയാ. എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്ന്. കണ്ടോ, വെളിയിൽ പോകുന്ന കൂടുതലും പിടിക്കില്ല. അതാണ് ഡൊണറൂമിന്റെ കഴിവ്. ആവശ്യമില്ലാത്ത എല്ലാം പിടിക്കും ചെറുക്കൻ. ഇത് മെസ്സി എടുക്കത്തില്ല. നല്ല ദൂരം പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊന്ന് നമുക്ക് വിട്ട് കളയാതെ ഇല്ല. ഇതെടാ വിട്ട് തന്നല്ലേ എനിക്ക്. ആ വിട്ട് തന്നതാ ഇത്. വിട്ട് തന്നയാ. റൈറ്റ് ബാക്ക് എത്തി സെലിബ്രേഷൻ ഞാൻ അടിച്ചു പോയത്. ചേട്ടൻ ഞാനടിച്ചു സ്റ്റീൻ ജെറാഡല്ലേ അടിച്ചത്. എന്നിട്ട് ഇതേ സെലിബ്രേഷൻ ഞാൻ തിരിച്ച് അതേ സെലിബ്രേഷൻ. ഞാനൊരു ചെറുക്ക അടിച്ചു പോയെന്ന്. ഇല്ല ചെറുക്ക അടിക്കുന്നു പോയി. ഇറങ്ങി ഇവിടെ തന്നെ. അങ്ങനെ റോള് കൊള്ളാം കേട്ടോ. ഈ 104 റോൾ എന്ന് പറയുന്ന അത്യാവശ്യം ബെറ്റർവേ ചെയ്യാൻ ഞാൻ നെറ്റ് ശരിയായിക്കോട്ടെ. അയ്യോ നെറ്റ് ശരിയാക്കുമ്പോൾ അമ്മ ഗോൾ ഇടി. ഓക്കെ നെറ്റ് ശരിയാക്കട്ടെ. നെറ്റ് പെട്ടെന്ന് ശരിയാക്കി തരാം. ഓക്കെ അപ്പോൾ നമുക്ക് നെറ്റ് ഇനി കിട്ടായിരിക്കും. നെറ്റുള്ള സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ ഭയങ്കര പാട്ട് അല്ല. ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. ഞാൻ അത് പറയാൻ മറന്നുപോയി. ഓക്കെ ഡൗൺ എഡംസ് ജെറാഡ്. വാവ് കാഞ്ചെ റോഡ്രി. എന്നിട്ട് നെറ്റിന് ഒരു മാറ്റമില്ല ഗൈസ്. ഒരു മാറ്റമില്ല. ഇപ്പോഴും അതേപോലെ തന്നെ. അയ്യോ ഗൈസ് ഫൗൾ 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 ഗൈസ്. റെഡ് കിട്ടാല്ലോ. സമാധാനമായി ഗൈസ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു. റൈറ്റ് ബാക്ക് എത്തി അടിക്കും. മിക്കവാറും അടിക്കും റൈറ്റ് ബാക്ക് എത്തി. ഇറങ്ങി റിവഞ്ച് എടുക്കുന്ന കിങ് ആണ്. നടുക്കോട്ടടിച്ച്. ഞാൻ കരുതില്ല നടുക്കോട്ടാ അടിക്കും. ടോണി ആഡംസ് ഫൗൾ ചെയ്ത് ഞാനൊരു ബോൾ ആയിരിക്കും. അത് കുഴപ്പമില്ല. ഏത് പാട്ടാണ്? ചെറുക്കൻ ഞാൻ കേട്ടില്ലല്ലോ. റോബർട്ട്സൺ ടു റോഡ്രി. റോഡ്രി മിസ് പാസ് ടു റോൾ. റോളിനെ ഫൗൾ ചെയ്യാൻ ശ്രമിക്കുന്നു. റോൾ പിന്നെയും ബോൾ എടുത്തിരിക്കുന്നു. പിന്നെയും ബോൾ എടുത്തിരിക്കുന്നു. റോള് പിന്നെയും. റോൾ എന്താണ് കാണിക്കുന്നത്? റോൾ കൊള്ളാല്ലേ ചേട്ടെ. ഫൗൾ. സെറ്റ് ഫൗൾ. നമ്മളതിൽ ഫൗൾ. നമ്മളെ അടിച്ച് തള്ളി നടത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്.
നോക്കിയിരിക്കുക. നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് ഇതിന്റെ റിവെഞ്ച്. യെസ്, യാ 6 സെലക്ട് കിക്കർ. ആരടിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോളണ്ട്. Folland shout saved by Donnarumma. No props. ഇതിനുള്ള റിവെഞ്ച് കൊടുക്കുന്നതാണ് റോളിനെ അടിച്ച് തള്ളിയിട്ട് ചെറുക്കൻ ചത്തു പോകുന്ന അവസ്ഥയിലോട്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറുക്കൻ ഒരു മെസ്സിന് ചെറുക്കൻ ഡ്രിബിൾ ചെയ്തു. അതിനുള്ളത് കളിക്കുന്നത് ചെറുക്കൻ അതിനുള്ളത് കളിക്കുന്നുണ്ട്. ഞാൻ വിട്ടിൽ നടക്കുന്നു. ഈ വീട്ടിൽ നടക്കണമെന്ന് കരുതി വേണ്ട, നെയ്മറിനെ തന്നെ ഇറക്കുന്നേ. അതാണ് കുറച്ച് സാധ്യത കിടക്കണം. ജയിലല്ല, സത്യം. ഇപ്പൊ കളിയാൻ ഇറങ്ങി ആഴോ പേടിക്കാതെ അങ്ങോട്ട് ഒരു പെനാൽറ്റി ഗോൾ അടിച്ച് അവിടെ വലുതാക്കി വെച്ചിരിക്കുക. അയോട്ട് ഇറങ്ങുക. ചെറുക്കടിച്ചു പോയേ. ചെറുക്കൻ എന്താ ഞാൻ ഫൗളി എന്നൊക്കെ പറഞ്ഞ പേടിച്ചോടി. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്നു. അവൻ നെറ്റ് അടിച്ചു പോയത് അവന്റെ. അങ്ങനെയാണ് പറയുന്നത്. നമുക്കെല്ലാം അറിയത്തുള്ളൂ ചെറുക്കൻ പേടിച്ചോതിയതാണെന്ന്. കുഴപ്പമില്ല. റാൻഡം സ്കിൽ ടോക്കൺ നമുക്ക് 2 എണ്ണം വേണം. നമ്മളപ്പോൾ എടുക്കുന്നതാണ് ഗൈസ്. അപ്പം അടുത്ത ആൾ കിട്ടാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ യെസ് ഗൈസ്, അടുത്ത ആൾ വന്നിരിക്കുന്നു. അടുത്ത ആളും നമ്മളെ പോലെ ബാർസലോണ തന്നെയാണ്. അവൻ കുറച്ചുകൂടെ ബെറ്ററാണ് മറ്റവനെയും കാട്ടി. ദാറ്റ്സ് ഐ നോ. ഐ നോ, പറഞ്ഞിട്ട് കാര്യമില്ല. 3147 സംതിങ് ഇത്ര ഉണ്ടവന്. നമുക്കതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, നമ്മൾ തന്നെ ഇത് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല. നമ്മൾ ജയിക്കും, നമ്മളെ കഴിവില്ലേ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ജയിച്ചതേ പറ്റൂ. എന്തിനു കാണിക്കുന്നു? നീ ഒന്ന് ലോഡായി വന്നിരുന്ന് കളിയായിരുന്നു. അങ്ങനെയാണ് മാച്ച് നമ്മൾ നല്ല പോലെ ജയിക്കാതെ നമ്മൾ അങ്ങനെ അബാൻ ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യാനാ? അവനാണ് നെറ്റ് ഓഫ് ചെയ്താ ഓടിക്കളഞ്ഞ. എന്ത് ചെയ്യാനാ ഗൈസ്? ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു AI-ൻ്റെ കൂടെ കളിക്കാം. നമ്മളൊരു PvP കളിച്ചില്ലേ, എന്നിട്ട് അവൻ പേടിച്ച് ഓടിയില്ല. അപ്പം AI-ൻ്റെ കൂടെ കളിക്കാം. AI-ൻ്റെ 5-6 ഗോളം അടിച്ച് കൂട്ടാം. പേടിക്കണം. Yes, you have been awarded with a win. കണ്ടോ? അല്ല, ഞാൻ ജയിച്ചെന്നാണ് എഴുതി കാണിച്ചത്. എന്ത് ചെയ്യാനെന്നല്ലേ എൻ്റെ ഒരു കാര്യം. എന്നാണ് എൻ്റെ ഒരു കാര്യം. എന്ത് ചെയ്യാനാല് AI-ൻ്റെ കൂടെ കളിക്കാം. എനിക്ക് AI-ൻ്റെ കൂടെ കളിക്കുന്നതിന് താല്പര്യമില്ല. ഇത് കളിക്കാം. ഇത് കളിച്ച് നമുക്ക് മറ്റേ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഇത് കിട്ടും. പ്ലെയർ ഓഫ് ദ വീക്കിൽ സൊബോസ്ലി അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അടിച്ച് തകർക്കൂലേ. ചെറുക്കൻ ലെഫ്റ്റ് കിട്ടുകഴിഞ്ഞാൽ ചെറുക്കൻ പൊളി. നമ്മളെ ടീം പൂളെയാവും. നിങ്ങൾ കണ്ടോണേ. എൻ്റെ ഹോമാണല്ലേ. എൻ്റെ ഹോമിൽ ഞാൻ എൻ്റെ ടീമിൻ്റെ ഓക്കെ. എൻ്റെ ഹോം, എൻ്റെ ഇതാണ് എൻ്റെ സ്റ്റേഡിയം. ഇതാണ് എൻ്റെ സ്റ്റേഡിയം. സൂപ്പറാണ്. സൂപ്പർ സ്റ്റേഡിയം. എന്ത് ടീമാണ് കഴിച്ചത്. ഞാൻ എന്ത് ടീമാണ്. ഇങ്ങനെയൊക്കെ ഒരു ടീമുണ്ടോ? വെക്കമില്ല.
വെക്കമില്ലാതെ എന്ത് ടീം? അത് കാര്യം നമുക്ക് ഒരു AMF ഒരു CMF DMF എടുത്തു വെക്കാം. കൊള്ളാമല്ലോ. ഒരു ഹോസ്റ്റ് കുട്ടിയുടെ ടീമിലെടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. പിന്നെ എന്നോടും പേര് സോറി നിങ്ങളുടെ നിങ്ങളെടുത്ത് ഓർമ്മിക്കുന്നുണ്ട്. സോറി ഞാൻ DMF പ്ലെയർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. യെസ്, ഇനി നമുക്ക് റൂഡിഗറിന്റെ ഇനി ആരിടാനാ? കളിക്കുമായിരിക്കുമല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. ആലിസൺ ബെക്കർ മതി. വിശ്വാസമില്ല എന്ന് വെച്ചാ അങ്ങനെയല്ല, ലെജൻഡൊക്കെയാണ് ഓക്കെ. പക്ഷേ ഒലിവർ കാട്ടി ഇപ്പം ആലിസൺ ബെക്കർ കളിക്കുന്നു. കഴിഞ്ഞ മറ്റേ നെവയില്ലേ, അല്ല നെവല്ല, നെസ് ഗെയിമിംഗ് സോണില്ലേ, ഞാനിവിടെ കളിച്ചപ്പം ഒലിവർ ഖാനാണെങ്കിൽ തോറ്റ് തുന്നം പാടി ഓടി. അപ്പം നമ്മൾ ആലിസൺ ബെക്കറിന് അടുത്ത മാച്ച് കളി കറക്കം സൂപ്പർ കളി, ഫുള്ള് സേവോളെ സേവ്. മറ്റാണ് സേവ് തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവ തോറ്റുകൊണ്ടിരിക്കുന്നു അവൻ്റെ ടീമാകുമ്പോ. അല്ല ഈ കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അയ്യോ, കരച്ചിൽ നിന്ന് ചുമയിലോട്ട് ട്രാൻസിഷൻ. ഇവന്റെ സ്കില്ലെന്താന്ന് ഇപ്പം അറിയണം. ഇവന്റെ സ്കില്ലെന്താ? സ്കില്ലൊന്നും ഇല്ലടേ. എന്തൊരു ഡിസ്ട്രോയർ. വെയിറ്റ്, ഇവന്റെ സ്കില്ലെന്താ? ഡിസ്ട്രോയർ ആണ്. എന്താ? ഡിഫൻസീവ് ഫുൾ ബാക്ക്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ റൂഡിഗറിന് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ലായിരിക്കല്ലേ. എന്ന് വെച്ചാൽ 2 ഡിസ്ട്രോയറിനെ ഒരുമിച്ചിട്ടാ നമ്മൾ തോക്കുമെന്നാണ് പറയണേ. എന്ന് വെച്ചാൽ 2 ഡിസ്ട്രോയറിനെ ഇട്ട് 2 പേരും കൂടെ ബോളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അഗ്രസീവായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കും. അപ്പം എന്താ അങ്ങനെ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. എന്താ ഇപ്പൊ ബാക്കിൽ ഒരു ഇതുമില്ല. കണ്ട, ഇപ്പോഴാണ് റൂഡിഗർ ഇവിടെ എത്തിയത്. ഇത്രയും നേരം റൂഡിഗർ അങ്ങ് കിടക്കുമായിരുന്നു. എന്താ കണ്ട, ഇവിടെയൊക്കെ ഫ്രീ ആണ് ഇത്രയും സ്ഥലം. ഇപ്പൊ അവിടെ ബെക്കം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. നമുക്ക് ബിൽഡപ്പ് പ്ലെയറിനെ വേണം. നമ്മളൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ടാക്കി. കുഴപ്പമില്ല. ഓക്കെ എങ്ങോട്ട് അടിച്ച് കളയുന്നു? ഞാൻ കേറല്ലടാ ചെയ്ത് എൻ്റെ അടുത്ത്. എന്ത് കഷ്ടമാടാ നിനക്കൊക്കെ. ഇതെങ്കിലും ഒന്ന് അതെങ്ങനെയാടാ? ടെലിപ്പറിന് വേണ്ടി നമ്മള് മെസ്സിനെ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. മെസ്സി ഇപ്പൊ ഏതടിക്കാലും ക്രോസ് ബാർ യൂട്യൂബ് ഷോട്ട് കണ്ടേ ഉള്ളൂ. ഓ മൈ ഗോഡ്, നമ്മൾ 2 ഗോൾ അടിക്കണം. 2 ഗോൾ അടിച്ചില്ലെങ്കിൽ പാടാം. ഇതാണ് ഇഷ്ടമല്ലാത്ത. പെട്ടെന്ന് കൂടിയാണ് താടിയും വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. വെട്ടേക്ക് കൂടിയതൊക്കെ. ഇത്രയും പോളോ ഒരു കാര്യം അടിച്ചിട്ടാ.
അതല്ല കേറിയത് ടിൻഡിണ്ടി വേറെ വല്ല ആയേനെ അല്ലേ ആലോചിച്ചില്ല ഞാൻ. അയ്യോ അല്ല ഞാൻ ഇപ്പം ഗെയിമിംഗ് സോൺ അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പം കാണിക്കാറ്. ചുമ്മാ അടിച്ചതിന് വല്ല കയറി കഴിഞ്ഞ് ഞാൻ ഇന്ന് ഞാൻ മറഡോണ ഇട്ടായിരുന്നല്ലേ കളി കണ്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ മറഡോണയിൽ ഇട്ടത്. പറഞ്ഞ് നാക്കിയെടുത്തില്ല, അവൻ തന്നെ ഗോൾ അടിച്ചു തന്നിട്ട് ചെറുക്ക സീനാണ് മറഡോണ. പണ്ടൊരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ മറഡോണയിൽ വെച്ച് കളിക്കുന്ന ഒരു കാര്യമുണ്ട്. കളഞ്ഞു മാറി ഇപ്പൊ മെസ്സി, ഡിയാഗോ ഫോർലൻ, റോള്, ഹസാഡ്, എന്തെല്ലാം പ്ലേയേഴ്സ് അല്ലേ എനിക്ക്. അയ്യോ ഞാൻ പൊട്ടേ, ലോക പൊട്ടേ. ഞാൻ പാസ് ഇട്ടത് റോളിന്, അവളെ ഇല്ലായിരുന്നു. ഈ ബെല്ലറ്റ് കൊള്ളാം കേട്ടോ. അയ്യോ അവനെ പറഞ്ഞു നാക്കി. ഓ കൊള്ളാം. നല്ല കളി. ഫൈറക്സ് വന്നിട്ട് നല്ല കളി പിള്ളേർ നമ്മൾ 2 സൂപ്പർ ടാക്കിൾസ് ചെയ്തായിരുന്നു. ഡ്രിബിൾ ചെയ്തടാ ഡേ. ആ റൂളിയർ നോക്കിയ ഫ്ലൈറ്റ് ടാക്കിൾ ചെയ്ത് കൊടുത്തണ്ണാക്കി. അടുത്തടുത്ത് എട്ടിനെ കളിച്ച് റേഞ്ച് എടുക്കണമായിരുന്നാണ് ആഗ്രഹം. ഞാൻ പൊട്ടത്തിനെ കളിച്ച ഈ ഷോട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇവിടെ. എന്തെങ്കിലും കേർവ് അടിക്കണം, അല്ലെങ്കിൽ ഫുൾ ഷോട്ട് അടിക്കണം. ഫുൾ ഷോട്ടില്ല എന്താ ഫിനസ് അടിക്കണം. ഫിനസ് അടിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഫിനസും കേൾവല്ലേ. ഫിനസ് അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പെർഫെക്റ്റ് ടാക്കിൾ. മറഡോണ സ്പീഡ് പോയി റോളേ. ഡിയാഗോ ഫോർലൻ ചേടാ ഈടെടാ ടോണി ആഡംസ് ഡയറക്റ്റ് 2 കിട്ടുവേ. എല്ലോന്നും കിട്ടേണ്ട ആവശ്യമില്ല ഇനി. അയ്യോ എല്ലോ കിട്ടിയാലും പണിയാണ്, അറിയാലോ. മെസ്സിനെ കാണിച്ചുണ്ടോ അവന്മാര്? അങ്ങനെ കൊടുക്കും, ഫ്രീ ആക്കി കൊടുത്തു അവന്. കാടുറപ്പാ. കഷ്ടമായിരുന്നു. ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യമാണ് ടോണിയാണ് വെളിയിപ്പോയി. ഞാൻ എന്ത് ചെയ്യുന്നു? കഷ്ടമല്ലേ. സെന്റ് ഓഫ്
ഫാനിസൊക്കെ എന്നാലും ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. കണ്ടേ കളി. ചെറുക്കൻ്റെ ഡ്രിബിളിങ് എല്ലാം കൊള്ളായിരുന്നു. ലാസ്റ്റ് വന്നിട്ടുള്ള ചെറിയൊരു പണിയായി. അവൻ തല വച്ചടിക്കാ. ചെറുക്കൻ നല്ല ഡിഫൻഡർ കൊള്ളായിരുന്നു കേട്ടോ. സീൻ ഡിഫൻഡർ തല കൊടുത്തിട്ടായിരുന്നു സേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ചാടിയത്, അറിയാമോ? പക്ഷെ അത് വെളിയിലോട്ട് പോയാൽ അവൻ്റെ ഭാഗ്യം. അവ അത് മനഃപൂർവ്വമാണ്. പേടിച്ചു പോയോ? അയ്യോ, ആള് കുറവാണ്ടേ. നമ്മൾ ജയിച്ച് ഗൈസ്. ഈ ഞാൻ ഒരു കാര്യം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് സ്പിന്നും കൂടെ ചെയ്യാം. എന്തായാലും കിട്ടത്തില്ല, അത് ഉറപ്പാ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പെട്ടെന്ന് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം സപ്പോസ് ലൈനാണെങ്കിൽ വേണമെന്ന് കരുതി കിട്ടാൻ പോണില്ല. അയ്യോ, ഈ 3 മിഷെന്ന് വെച്ചാൽ നമുക്കൊരു 6 പ്ലെയറെ കിട്ടുമായിരിക്കും തോന്നുന്നു. 3 കിട്ടും. പിന്നെ 6 കിട്ടേണ്ടതാണല്ലോ. 6 കിട്ടും. 6 പ്ലെയർ കിട്ടും. 6 പ്ലെയർ 6 പ്ലെയർ നമുക്ക് നല്ലൊരു പ്ലെയറെങ്കിലും വേണം. പറ്റൂല എന്നുവെച്ചാൽ നമുക്ക് തരുന്നേ ഇല്ല. കൊണാമി ഒന്നും പെടുന്നുണ്ട് റോൾ വേറെ ഒരു തരുന്നില്ല. തന്നില്ല എന്നിട്ടും തന്നില്ല. തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനില്ലേ ഞാൻ ഷൂട്ട് സ്റ്റാച്ചു വാങ്ങണോ? ബോട്ട് സ്റ്റാച്ചു ഹാപ്പി ആവുക. നമ്മൾ ബോട്ട് സ്റ്റാച്ചു വാങ്ങിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൽ കൊണ്ടുവയ്ക്കാം. നമ്മൾ സ്റ്റേഡിയത്തിൽ കൊണ്ട് വലിയൊരു സ്റ്റാച്ചു വെച്ചൊന്ന് വെച്ചിരിക്കാം. എവിടെ? ജൈന്റ് പ്രോപ്സ് വാടേ സ്റ്റേഡിയം. ജൈന്റ് പ്രോപ്സ് എവിടെ? 2 ഇവിടെ ബോട്ട് സ്റ്റാച്ചു. നമുക്ക് സെറ്റാക്കി ഗൈസ്. അപ്പം നമുക്ക് വീഡിയോ അതിന് ചെയ്യാം. ബൈ ഗൈസ്. ഓക്കെ, ശരി എന്നാ.